വെൽക്കം ടു കോമഡി മാസ്റ്റർ. ആരും പേടിക്കേണ്ട, ഒരുപാട് ആങ്കേഴ്സ് ഇല്ല. ആങ്കറായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നോടൊപ്പം നല്ല ചുരുക്കോടെ ഇന്നത്തെ എപ്പിസോഡ് അടിപൊളിയാക്കാൻ വേണ്ടിയാണ് നമ്മുടെ നാട്ടുകൂട്ടം എത്തിയിരിക്കുന്നത്. ഇവർ വന്നിരിക്കുന്നത് ചേർത്തലയിൽ നിന്നുമാണ് അല്ലേ? എന്താണ് കുട്ടിയുടെ പേര്? എന്റെ പേര് അഞ്ജന. എന്താണ് അഞ്ജന ബാസിട്ട് സംസാരിക്കുന്നത്? ചുമ്മാ റാഗി ഇന്നലെ തോന്നിച്ചോ? കേസ് കൊടുക്കരുത്, എനിക്ക് പേടിയാ. നൂപുര എന്നാണ് നിങ്ങളുടെ ഡാൻസ് അക്കാഡമിയുടെ പേര് അല്ലെ? അടിപൊളി. ഡാൻസ് പെർഫോമൻസ് ഒക്കെ ഞങ്ങൾക്ക് കാണണം. സെമി ക്ലാസിക്കലാണോ? അതെ ആണല്ലേ. എനിക്ക് ഭയങ്കരമായിട്ട് വഴങ്ങുന്ന ഒരു ഇതാണ് സെമി ക്ലാസിക്കൽ എന്ന് പറയുന്നത്. എന്റെ ഈ കോസ്റ്റ്യൂം കണ്ട് നിങ്ങൾ എന്നെ ജഡ്ജ് ചെയ്യരുത്. ഇതാ ശ്രീവിദ്യക്ക് നന്നായിട്ട് ഡാൻസ് കളിക്കുന്ന ആൾക്കാരാണ്. നിങ്ങളെ ഞാൻ ജഡ്ജ് ചെയ്യില്ല കേട്ടോ. അതെ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആദ്യം തന്നെ പാഠം 1 എന്നുള്ള രീതിയിൽ ഡാൻസിന്റെ മുദ്രകൾ പഠിച്ചു തുടങ്ങാം. പാഠം അല്ലേ? പറഞ്ഞോ, എത്ര മുദ്രകളാണ് ശരിക്കും? മുദ്രകള് അസംയുക്ത ഹസ്തങ്ങളും സംയുക്ത ഹസ്തങ്ങളും ഉണ്ട്. അസംയുക്ത ഹസ്തങ്ങൾ എന്ന് പറയുന്നത് ഒരു കൈ കൊണ്ട് കാണിക്കുന്ന മുദ്രകളാണ് അസംയുക്ത ഹസ്തങ്ങള്. അതെ, സംയുക്ത ഹസ്തങ്ങൾ എന്ന് പറയുമ്പോൾ 2 കൈ കൊണ്ട് കാണിക്കുന്ന മുദ്രകളാണ് സംയുക്ത ഹസ്തങ്ങൾ. എനിക്ക് 2 കൈകളുള്ളൂ. എനിക്ക് ഒറ്റ കൈയിലെ മുദ്രകളെല്ലാം അറിയാം. ഇങ്ങനെ കാണിക്കും ചെറുത്. പക്ഷെ ഈ ഡാൻസിൽ എനിക്ക് തോന്നുന്നു നമ്മൾ യൂഷ്വലി കാണുന്ന ഈ പതാക അതൊക്കെ അല്ലേ വൺ ഹാൻഡ് പറയുന്നത്. 2 ആയിട്ട് ചെയ്യുന്നതിന് എന്നാ പറയുന്നത്? സംയുക്ത ഹസ്തങ്ങൾ. സംയുക്ത ഹസ്തങ്ങൾ. അത് എനിക്ക് കണ്ടാ കൊള്ളാവുന്നുണ്ട്. അതും ഇവര് ഗ്രൂപ്പായിട്ട് കാണുമ്പോൾ ലൈക് പെർഫോം ചെയ്യുമ്പോൾ ഭയങ്കര രസമായിരിക്കും കാണാൻ. നമുക്ക് ചെയ്യാമോ? ശരി. അഞ്ജലിശ, കപോതശ, കർക്കിട, സ്വസ്തിഹസ്തദ, ഡോളാഹസ്ത, പുഷ്പപുടഃ, ഉത്സംഗ, ശിവലിംഗകഃ. ഡോളാഹസ്ത, പുഷ്പപുടഃ, ഉത്സംഗ, ശിവലിംഗകഃ. കടകാവർദ്ധനശൈവ, കർത്തരീ സ്വസ്തിഹസ്തദ. കടകാവർദ്ധനശൈവ, കർത്തരീ സ്വസ്തിഹസ്തദ. ശകടം, ശംഖ, ചക്രേജ, സംപുടം, പാശകീലകൗ. മത്സ്യ, കൂർമ, വരാഹസ്യ, ഗരുഡോ, നാഗബന്ധകഃ. ഖട്വ, ഭേരുണ്ടകാർക്കേശ, അവഹിസ്തശ്ച ദേവജ. എന്റെ അമ്മേ, എന്തിപ്പോ നമ്മളിവിടെ കണ്ടത്? ഒരെണ്ണം പറയാൻ പറ്റുമോ? ഒരെണ്ണം. മത്സ്യ, മത്സ്യ, ഗരുഡ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നല്ലേ. മാനില്ലേ? അല്ലല്ല, ഒരു കൈ കൊണ്ട് അവര് ഡബിൾ ആയിട്ട് വരില്ല. ഓക്കെ ശരി, നൈസ്. പക്ഷെ കൊള്ളായിരുന്നു, നല്ല രസം ഉണ്ടായിരുന്നു അത് കാണാൻ വേണ്ടി. ഞാൻ പറഞ്ഞ ഐഡിയ എങ്ങനെയുണ്ടായിരുന്നു? ഗ്രൂപ്പ് ആയിട്ട് കാണാൻ വിഷ്വൽ ട്രീറ്റ് അല്ലേ? അഞ്ജന ശരിക്കും എവിടുന്നാ പഠിച്ചത്? എന്റെ ഗുരുവിന്റെ പേര് RLB ഓംകാർ എന്നാണ്. സാറിന്റെ അടുത്ത് ഇവരിപ്പോ എന്റെ അടുത്ത് പഠിക്കുന്ന പോലെ ഞാൻ 5 വയസ്സുള്ളപ്പോ സാറിന്റെ അടുത്ത് പഠിക്കാൻ തുടങ്ങിയതാണ്. ഇപ്പോഴും സാറിന്റെ അടുത്ത് പഠിക്കും. അതെ, അടിപൊളി, സൂപ്പർ. അപ്പൊ എന്തായാലും അഞ്ജന ആൻഡ് ടീം, വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ് വൺസ് അഗൈൻ. നിങ്ങൾക്ക് അവിടെ ഇരിക്കാം. ഇനി ഞങ്ങൾ അങ്ങോട്ടേക്ക് നിങ്ങൾ ചിരി തരാൻ പോവാണ്. ചിരിച്ച് കുറെ നേരം എൻജോയ് ചെയ്യാം. പക്ഷെ വൈൻഡപ്പിൽ ഡാൻസ് തരണം. അപ്പൊ പ്രേക്ഷകരെ, കോമഡി മാസ്റ്റേഴ്സ് ദാ ചിരിയുടെ പൂരമാകാൻ പോവുകയാണ്. ചിരിക്കാൻ റെഡി ആയിക്കോ. സ്കിറ്റ് വരുന്നു. മനസ്സിലായി. വൈദ്യരെന്ന് പറഞ്ഞ ബോർഡും വെച്ചോണ്ട് ഇവിടെ സിനിമാറ്റിക് കളിക്കാനല്ലേ? സിനിമാറ്റിക് ഡാൻസ് കളിച്ചല്ല, ഞാൻ മ്യൂസിക് തെറാപ്പി ചെയ്തതാണ്. എനിക്ക് മനസ്സിനൊരു ആനന്ദം കിട്ടുന്നതിന് വേണ്ടി ഞാനൊരു ട്രീറ്റ്മെന്റ്, അത്രേ ഉള്ളൂ. വൈദ്യര് യൂട്യൂബിലൊക്കെ ഭയങ്കര ഫേമസ് ആട്ടാ. എടോ, ഞാൻ ചുമ്മാ ഫേമസ് അല്ല, ഞാൻ ഹൈടെക് വൈദ്യനാണോ, ഹൈടെക് വൈദ്യര്. അതെനിക്ക് മനസ്സിലായി. അതെ, വൈദ്യര് വിഷം ഇറക്കാറുണ്ടോ? എങ്ങനെ? വൈദ്യര് വിഷം ഇറക്കാറുണ്ടോ? ഒരേ ഒരു തവണ ജീവിതത്തിന്റെ ഒരു പ്രതിസന്ധി ഘട്ടം വന്നപ്പോ കടം കൊണ്ട് നിക്കക്കള്ളിയില്ലാണ്ടായപ്പോ എനിക്ക് ഒരു തുള്ളി എന്റെ അവസ്ഥ കൊണ്ടാണത്. അതല്ലാന്ന് കടിച്ച പാമ്പിനെ വിളിച്ചു വരുത്തി വിഷം ഇറക്കാറുണ്ടോ? അയ്യ, ആവേശം വരുതാ. പിന്നല്ല, ഇതാരോടും പുറത്തു പറയാണ്ടോ. ആരോടും എങ്ങനെ ചോദിക്ക്? കടിച്ച പാമ്പിനെ വിളിച്ചു വരുത്തി വിഷം ഇറക്കാറുണ്ടോന്ന്? ഇറക്കിയിട്ടുണ്ട്. എങ്ങനെ? പക്ഷെ ആ ഉദ്യമം പൊളിഞ്ഞു പോയി.
എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സന്ധ്യാ സമയത്താണെന്ന് തോന്നുന്നു ആലുവ ഇടത്തല ഭാഗത്ത് ഒരാളെ ഇതുപോലെ പാമ്പ് കടിച്ചു. അപ്പൊ തന്നെ ഇയാളെ ചോദിച്ചുകൊണ്ട് തൃപ്പൂണിത്തുറ എന്റെ ഇല്ലത്തേക്ക് ഇയാളെ കൂട്ടിക്കൊണ്ടുവന്നു. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു കടിച്ച പാമ്പിനെ നമുക്ക് തിരിച്ചു വിളിച്ച് വിഷം ഇറക്കിക്കാമല്ലോ. പാമ്പിനെ തിരിച്ചു വിളിക്കാനുള്ള എല്ലാ പരിപാടിയും ഞാൻ ചെയ്തു. പാമ്പ് ഒരു 6 മണിയായപ്പോ ആലുവെന്ന് പുറപ്പെട്ടു. മതടിപ്പാലം, നമ്മുടെ കളമശ്ശേരി, ഇതൊക്കെ കഴിഞ്ഞാൽ പാമ്പിങ്ങനെ വന്ന് എടപ്പള്ളിയിലെത്തിയപ്പോ മുടിഞ്ഞ ബ്ലോക്ക്. ഓഫർ ഇട്ടേക്കാണ് എന്ന് പറഞ്ഞ ബ്ലോക്ക്. അങ്ങനെ 9:30 മണി വരെ പാമ്പ് വെയിറ്റ് ചെയ്തു. എന്നിട്ട് പാമ്പ് നിരാശനായി മടങ്ങിപ്പോയി. അപ്പൊ അന്ന് മെട്രോ ഇല്ലേ? മെട്രോന്റെ പണി നടക്കിയിരുന്നു. മെട്രോ ഉണ്ടായിരുന്നെങ്കിൽ പാമ്പ് അവിടെ വരുമായിരുന്നു. മെട്രോ കയറി ഇയാളെ നമുക്ക് രക്ഷിക്കായിരുന്നു. നടന്നില്ലടോ. പകുതി വെച്ച് ഞാൻ പറഞ്ഞില്ലേ ആ ഉദ്യമം ഉപേക്ഷിക്കേണ്ടി വന്നു. അതെ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? പറഞ്ഞോ. എന്നെ പാമ്പ് കടിച്ചാൽ വൈദ്യന് എന്ത് ചെയ്യാൻ പറ്റും? നിന്നെ പാമ്പ് കടിച്ചാൽ പാമ്പ് കടിച്ച സ്ഥലത്ത് പാമ്പ് കടിച്ച സ്ഥലത്ത് ഞാൻ ഒരു സ്മാരകം പണിത് വെക്കും. അത്രേ ചെയ്യാനുള്ളൂ. ഇവിടെ താരങ്ങനെ ടെൻഷൻ അടിക്കണ്ട. ഇപ്പോഴത്തെ പാമ്പ് കടിച്ചാൽ അങ്ങനെ വിഷം തീണ്ടില്ല, വിഷം ഏക്കില്ല. അതിനേലും വലിയ വിഷമല്ലേ നമ്മൾ 3 പേരും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണ്? നീ ഒരു ബ്ലോഗറാണെന്ന്. അത് നീ എന്നോട് ഇങ്ങനെ ന്യൂട്രലിൽ പറയേണ്ട ആവശ്യമില്ല. നീ വൾഗറായപ്പോഴേ എനിക്ക് തോന്നി നീ ബ്ലോഗറായിരിക്കും. അത് മാത്രമല്ല നീ ഭയങ്കര ഓവറുമാണ് കേട്ടാ, മനസ്സിലായി? അയ്യോ, ഇതാരാ പറഞ്ഞത്? നമസ്കാരം. ഇതാരാണെന്ന് മനസ്സിലായില്ല? ഏത് പാതിരാത്രിക്ക് വിളിച്ചാലും അപ്പ ഓടിയെത്തി നമുക്ക് ആശ്വാസം പകരുന്ന ഒരാളാണ്. ആ നമ്പർ ഒന്ന് നോട്ടോ. ഞാൻ എന്തോർത്തിട്ടാണോ നമ്പർ ചോദിച്ചത്? അതൊരു പഞ്ചായത്ത് മെമ്പറാണോ? അതുകൊണ്ടാണ് ഏത് പാതിരാത്രിക്ക് വിളിച്ചാലും അവർ ഓടി വന്ന് നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് പറഞ്ഞത്. അപ്പൊ താൻ നമ്പർ പറഞ്ഞു മെമ്പറേ, ഒന്നും വിചാരിക്കരുത്, ഇവന്റെ നമ്പറാണ് കേട്ടാ. അത് മാത്രമല്ല പുള്ളിക്കാരന്റെ അമ്മായിയമ്മ ഇവിടെ കിടപ്പുണ്ട്, ICUലാണ്, വയ്യാതെ കിടക്കുകയാണ്, ക്രിട്ടിക്കൽ സ്റ്റേജ് ആയിരുന്നു. അപ്പൊ അതിന്റെ സുഖവിവരം തിരക്കാൻ വേണ്ടിട്ടാണ് ഇടക്കിടക്ക് വന്നു പോകുന്നത്. ഡോക്ടറെ, എന്റെ അമ്മായിയമ്മയ്ക്ക് എങ്ങനെയുണ്ട്? ഇപ്പൊ കണ്ടീഷൻ എന്താണ്? കണ്ടീഷൻ എന്താണ് എന്ന് ചോദിച്ചാൽ ഇപ്പോ നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ? അല്ല, മാഡത്തിന്റെ പ്രതീക്ഷ എന്താണെന്ന് എന്നോട് അറിയിച്ചാലല്ലേ എനിക്ക് അതിനുള്ള ഉത്തരം തരാൻ പറ്റുള്ളൂ. അയ്യോ, അത് മാത്രല്ല ഡോക്ടറെ, ഞാൻ ഡോക്ടറെ കാണാനും കൂടെയാണേ വന്നത്. ഇന്ന് രാവിലെ ഉറങ്ങി എണീച്ചപ്പോ മുതല് ദേഹത്തിനകത്തുനിന്ന് ഇങ്ങനെ വല്ലാണ്ടിങ്ങനെ കുളിരിങ്ങനെ കോരി 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 വരികയാണ്. മേഡത്തിന്റെ അകത്ത് എനിക്കൊരു കുളിര് വരുന്നുണ്ട്. ശരിക്കും നേരം നിൽക്കുന്നു. ഈ ആരാണ്? രാജശില്പി മോഹൻലാലോ? ഒറ്റ എനിക്കിപ്പറയണം, എന്ത് വിചാരിച്ചിട്ടാണ് നിങ്ങൾ കുളിര് കോരുന്നു എന്ന് പറഞ്ഞത്? അയ്യോ സാറേ, എനിക്ക് തോന്നുന്നു ഈ പനിയുടേതാണെന്ന് തോന്നുന്നു. ഈ ശരീരത്തിലെ വല്ലാണ്ട് വിറയ്ക്കുന്നുണ്ട്, തണുപ്പ് കാരണമാണെന്ന് അറിയാണ്ട് ഇങ്ങനെ പാട്ട് വന്നപ്പോഴേ പെട്ടെന്ന് മൂഡ് മാറിപ്പോയി. എന്റെ മൂഡ് ഞാൻ മാറ്റി തരുന്നുണ്ട്. അപ്പൊ പാട്ടാണ് നിങ്ങളുടെ മൂഡ് മാറ്റിയത്? അതെ. എങ്കിൽ ശരി, ഞാൻ ഫയർ ഡാൻസിന്റെ ഒരു പാട്ടം കിട്ടുതരാം. അപ്പൊ ഈ മൂഡ് മാറിയിട്ട് ചൂടായിക്കോളും. മനസ്സിലാവുന്നുണ്ട് ഡോക്ടറെ. എനിക്ക് തോന്നുന്നു ഈ പനിയുടേതാണെന്ന് തോന്നുന്നേ. തല നിറച്ച് പേന. അയ്യോ, അതിന് പ്രത്യേകിച്ച് ചികിത്സയൊന്നുമില്ല. ഒരു ന്യൂസ് പേപ്പർ തറയിൽ വിരിക്കുക, മുട്ടുകുത്തി അങ്ങിരിക്കുക, മുടി അങ്ങ് ഫ്രണ്ടിലേക്ക് ഇടുക, എന്നിട്ട് 2 ചീപ്പ് വെച്ചിട്ട് ഇങ്ങനെ അങ്ങിരിക്കുക. സകല പേരും പൊടുപൊടുപൊടുപൊടുന്ന് പറഞ്ഞ് ആ പേപ്പറിലേക്ക് വീഴും. ആ പേപ്പർ ചുരുട്ടി കൂട്ടി എടുത്തിട്ട് നമ്മുടെ അടുപ്പിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ തൃശ്ശൂർ പൂരത്തിനേക്കാളും വലിയ വെടിക്കെട്ടേക്കാം. അയ്യോ ഡോക്ടറെ, പേനല്ല, തലയ്ക്ക് പെയിനാണ്, വേദനയാണെന്ന്. തലയിൽ പെയിനാണ്. പെയിന് മാഡം കുളിക്കാറുണ്ടോ? കുളിച്ചില്ലെങ്കിൽ എനിക്ക് ചൊറിയും ഡോക്ടറെ. കുളിക്കാൻ പറയുമ്പോഴാണ് എനിക്ക് ചൊറിച്ചിൽ. ആൾക്കാർ കാണുമ്പോഴാണ് എനിക്ക് ചൊറിഞ്ഞു കയറുന്നത്. നിന്നെ കാണുമ്പോഴാണ്. നീ കുറെ നേരമായി നീ തുടങ്ങി. നീ ഒന്നും ഡോക്ടറെ, വേറൊരു കാര്യം ഉണ്ടായേ. ഇന്നലെ എന്റെ വീടിന്റെ ഓപ്പോസിറ്റ് ഒരു ചേട്ടനെ ഉച്ചക്കിരുന്ന് ചോറ് കഴിക്കുകയായിരുന്നു കേട്ടോ. പെട്ടെന്ന് അത് തലച്ചോറിലേക്ക് അങ്ങ് കേറി, വണ്ടി കയറി പോയി. ഷൂ, ഞങ്ങൾ ആകെ അങ്ങ് പേടിച്ചു പോയേ. പക്ഷെ ചേട്ടന് ഒരു കുഴപ്പം ഉണ്ടായില്ല. ചേട്ടന് ഭാഗ്യമുണ്ട്. ഒരു മണ്ട കയറി ഭയങ്കര വിഷയമാണ് മാഡം. 2 ആഴ്ച മുമ്പ് എന്റെ ഒരു അമ്മാവൻ ഇതുപോലെ ചോറ് തിന്നോണ്ടിരിക്കുകയായിരുന്നു. ചോറ് പെട്ടെന്ന് മണ്ടയിലേക്ക് കയറി. ഭാഗ്യത്തിന് ഞാൻ എവിടെ ഉണ്ടായി. ഞാൻ ചെന്നപ്പോ അമ്മാവൻ കണ്ണും തള്ളി നിൽക്കുകയാണ്. പിന്നെ ഞാനൊന്നും ചെയ്തില്ല. മ്യൂസിക്കൽ തെറാപ്പി അങ്ങ് ഇട്ടിട്ട് ഞാൻ അങ്ങ് കൈ ചൂടാക്കിയിട്ട് അമ്മാവന്റെ നെറുകം തല നോക്കി ഒറ്റ അടി. ചോറ് ഇറങ്ങിയാ?
ചോറിറങ്ങിയില്ല, അമ്മാവൻ ഉറങ്ങി. ഇന്നലെ ആയിരുന്നു അമ്മാവന്റെ 16 അടിയന്തരം. 900 പേർക്ക് ഞങ്ങൾ ചോറ് കൊടുത്തു. എനിക്ക് തന്നില്ല ചോറ്. എനിക്ക് ചോറൊന്നുമില്ല. ഞാൻ നീ കുറച്ച് കേട്ടോ, നിനക്ക് ഞാൻ എലൈറ്റ് ചെയ്യാൻ ചോറൊന്നില്ല. കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് ഞാൻ എലൈറ്റ് ചെയ്യാൻ സത്യ തരാം. എന്നാൽ ഇപ്പോഴും എന്റെ ഒരു സംശയം ബാക്കി നിൽപ്പുണ്ട്. എന്താ? അമ്മാവന്റെ മണ്ടേ കുടുങ്ങിയ ചോറ് എങ്ങോട്ടാണ് പോയതെന്നാണ് എനിക്ക് ഇപ്പോഴും അത് അമ്മാവന്റെ തലച്ചോറിലുണ്ടാവും. പേടിക്കണ്ട. ബുദ്ധിയുണ്ടല്ലോ നിനക്ക്. പക്ഷെ നിനക്ക് അങ്ങനത്തെ പ്രശ്നം വരില്ലട്ടാ. എന്താ? നിന്റെ തലച്ചോറിൽ കൊടുക്കാൻ സാധ്യതയില്ല ചോറ്. എന്താ? നിനക്ക് ആ സാധനം ഇല്ലല്ലോ. വർത്താനം പറഞ്ഞിട്ടൊക്കെ. ഡോക്ടറെ, എനിക്കാണെങ്കിൽ മൊത്തത്തിൽ വല്ലാത്ത പ്രശ്നമാണ്. ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. ശ്വാസം വലിച്ചുവിടും. പറയൂ, എവിടെയൊക്കെയാണ് വേദന ഉള്ളത്? കാലിന് വേദനയുണ്ട്, പിന്നെ മുട്ടിന് വേദനയുണ്ട്, നെഞ്ചിന് വേദനയുണ്ട്, ഷോൾഡറിന് വേദനയുണ്ട്, തലയ്ക്ക് വേദനയുണ്ട്. വയറ്റിലുണ്ടാ? നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? വയറ്റില് വേദന. നീ അതൊക്കെ അന്വേഷിക്കാൻ ഞാനല്ലടാ ഇവിടെ വൈദ്യുതി. എനിക്കാരാടാ ചോദിക്കാൻ? അനാവശ്യം പോയി വന്നേക്കണം. വയറ്റിലുണ്ടോ? അല്ലേ ഡോക്ടർ, എന്ത് ചോദ്യം എന്നോട് ചോദിക്കുന്നേ? വേദന ഉണ്ടോന്നാണ് ഞാനും ചോദിച്ചത്. സോറി ഡോക്ടറെ, അറിയാതെ തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട്. എല്ലാത്തിനും കാരണക്കാരൻ. ഡോക്ടർ, എനിക്ക് വയറിന് നല്ല വേദനയുണ്ട്. നല്ല വേദന ഉണ്ടല്ലേ വയറിന്? അതെ, എനിക്ക് വയറിന് നല്ല പ്രശ്നമുണ്ട്. എന്താണ് എന്റെ വയറിന്റെ പ്രശ്നം? എന്ത് കഴിച്ചാലും അതുപോലെ തന്നെ പോകും. കല്യാണം കഴിച്ചതാണോ? കല്യാണം കഴിച്ചു, അതുപോലെ തന്നെ പോയി. നല്ല കാര്യം. അപ്പൊ എന്തെങ്കിലും രക്ഷപ്പെട്ടല്ലോ. തനിക്ക് ഞാനൊരു കാര്യം ചെയ്യാം. തനിക്ക് ഞാനൊരു ഒറ്റമൂലി തരാം. ഈ ഒറ്റമൂലി എന്ന് വെച്ചാൽ എന്താ? ഒറ്റമൂലി എന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് ഒരു മൂലക്ക് പോയിരുന്നുണ്ടാക്കുന്ന മരുന്നാണ്. അത് ഞാൻ തരാം. അത് 3 നേരം നീ സേവിക്കുക. ഓക്കെ കേട്ടാ? ശരി ഡോക്ടറെ, എനിക്ക് പോകാൻ അത്യാവശ്യം ഉണ്ടായിരുന്നേ. ഇപ്പൊ എന്താണ് ശരിക്കും എന്റെ അമ്മായിയമ്മയുടെ കണ്ടീഷൻ? കണ്ടീഷൻ ഞാനിപ്പോ വിളിച്ചു നോക്കിയാ ഐസിയിലൊക്കെ. ഹലോ സിസ്റ്ററെ, ഐസിയില ഭവാനിയില്ലേ? അവരുടെ അവസ്ഥ എങ്ങനെയുണ്ട്? ആണോ? ഓക്കെ. ഓ, സന്തോഷിക്കാനുള്ള വകയുണ്ടല്ലോ. ഇന്നലെ വരെ ക്രിട്ടിക്കലായി കിടന്നിരുന്ന സ്ത്രീ ഇന്ന് വെളുപ്പിന് 5 മണിക്ക് എഴുന്നേറ്റിട്ട് 2 കിണ്ണം കഞ്ഞിയും കുടിച്ച് അവിടെ പയറ് പോലെ ഓടി നടപ്പുണ്ട്. നാളെ തന്നെ നമുക്ക് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോവാം. അപ്പൊ എന്റെ അമ്മായിയമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല? ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞില്ലേ, എന്റെ വൈദ്യം ഹൈടെക് ആണ്. ഒരു കുഴപ്പമില്ല? ഒരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല? ഒരു കുഴപ്പമില്ല. അപ്പൊ താങ്കളുടെ ചികിത്സയ്ക്കാണ് കുഴപ്പം. ഞാൻ നല്ലൊരു ഡോക്ടറെ കണ്ടിട്ട് അമ്മായിയമ്മയ്ക്ക് ചികിത്സ കൊടുത്തോളാം കേട്ടോ. ഒരു ഡോക്ടർ വന്നിരിക്കണം, അങ്ങനെ കൊല്ലാൻ വേണ്ടിട്ടാ ഞാൻ കൊണ്ടുവന്നത്. അപ്പോഴത്തെ ചികിത്സിച്ച് അങ്ങ് ജീവൻ തന്നേക്കുന്നത്. ഇപ്പോഴാണ് ഇവരുടെ പ്രതീക്ഷ എന്താണെന്ന് എനിക്ക് മനസ്സിലായത്. എന്റെ ദൈവമേ, കുതിരെ കൊടുക്കണ രസായനമൊക്കെ എടുത്ത് പഠിക്കാൻ. ഹലോ ഹലോ. അയ്യോ, ആണോ? എന്തുപറ്റി? പെട്ടെന്ന് ഇങ്ങോട്ട് കൊണ്ടുവരേ. കുഴപ്പമില്ല. എടോ, നമ്മുടെ ഇവിടുത്തെ സിറ്റിംഗ് മെമ്പറല്ലേ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി? പുള്ളിക്ക് ആകെ പ്രശ്നമായിരുന്നേ. എന്ത് പ്രശ്നം? പുള്ളി 5 വർഷം മുമ്പ് ഇവരെല്ലാവരും കൂടി ജയിപ്പിച്ചു വിട്ടതാണല്ലോ. അതിനുശേഷം വീണ്ടും സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ വേണ്ടി ഇത്തവണ വന്നപ്പോ പുള്ളിക്ക് ജനങ്ങളെ അഭിമുഖീകരിക്കാനായിട്ട് 5 വർഷം മുമ്പ് പോയതല്ലേ, ഒരു മടി. അപ്പൊ എന്റെ അടുത്ത് വന്ന് എന്തെങ്കിലും ടെക്നിക്കുകൾ പരീക്ഷിക്കണം എന്ന് പറഞ്ഞു. ഞാൻ കുറച്ച് രസങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. പക്ഷെ ഒന്നും മുഖത്തേക്ക് വരുന്നില്ല. പക്ഷെ പെണ്ണുങ്ങളെ കാണുമ്പോ മാത്രം പുള്ളിയുടെ മുഖത്ത് ശൃംഗാരഭാവം വിടരും. ഇപ്പൊ ഏതോ ഒരു പെണ്ണിനെ കണ്ട് എന്തോ ശൃംഗരിച്ചിട്ട് ആ പെണ്ണിന്റെ ഭർത്താവ് പട്ടിക്ക് തലക്കടിച്ചു. കഴിഞ്ഞൊക്കെ മറന്നു പോയേക്കാണ്. റിലേ പോയേക്കാണ്. ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. വേറെ കുഴപ്പമൊന്നും തോന്നുന്നു. വീട്ടിൽ ചെല്ലുമ്പോ നടക്കും ഞാൻ. എന്ത് പണിയാണോ താനി കാണിക്കണത്? കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? കഴിഞ്ഞതെല്ലാം മറന്നുപോയി ഓഫീസർ. ഓഫീസറല്ല, വൈദ്യര്. രണ്ടിലും എറുണ്ടല്ലോ. വൈദ്യർ, ഓഫീസർ. അതെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. മഴക്കാലത്ത് മഴയുണ്ടാകുമെന്ന് കരുതി കുട്ടിക്കാലത്ത് കുട്ടികൾ ഉണ്ടാവൂ? കുഴപ്പമുണ്ടല്ലേ? ഞാൻ ആരാണ് എനിക്കറിയാമോ? നിങ്ങൾ എന്തിനിവിടെ വന്നു? ഇതൊക്കെ ഞാൻ അങ്ങടല്ലേ ചോദിക്കേണ്ടത്. ആരോട്? എന്റെ ദൈവമേ, എന്താണ്? കണ്ടീഷൻ വളരെ മോശമാണ്. പ്രശ്നമാണെന്ന് ഞാനും പറഞ്ഞത്. രണ്ടൊന്നായി കാര്യം പറട്ടെ, ഇതെങ്ങനെയെങ്കിലും ചികിത്സിച്ച് മാറ്റണം. കാരണം 1.5 ലക്ഷം രൂപയാണ് ഈ മഹാഭാവിക്ക് ഞാൻ കടം കൊടുത്തേക്കണത്. 1.5 ലക്ഷം രൂപ? ഇയാള് കഴിഞ്ഞതൊക്കെ മറന്നുപോയാ എന്റെ 1.5 ലക്ഷം രൂപ പോകൂലോ? എന്തിനാണ് പൈസ ഇങ്ങനെ കേറ്റി പറയുന്നത്? ഞാൻ തന്റെ കയ്യിൽ 25,000 രൂപയല്ല കടമടിച്ചത്. ഇപ്പൊ 6 ഇരട്ടി കേറ്റി വെച്ചേക്കല്ലേ? അവസരം മുതലാക്കണല്ലോ.
മറവിയാണെന്ന് പറഞ്ഞത് തന്റെ അടവല്ലേടോ, അടവല്ലേടോ. ഞാൻ ചുമ്മാ വൈദ്യനല്ല, ഹൈടെക് വൈദ്യനാണോ. എങ്ങനെയുണ്ട് എന്റെ ഹൈടെക് ചികിത്സ? ഇത് ഹൈടെക് അല്ല, കൈടെക്. ഈ ആദ്യരാത്രിക്ക് ഈ കൂട്ടുകാരന്മാര് വേണ്ടി പണി കൊടുക്കും. ഇപ്പം ഞാൻ എന്റെ നാട്ടില് കല്യാണം കഴിച്ച് എന്റെ കൂട്ടുകാരന്മാർക്ക് പണി കൊടുത്തിട്ടുണ്ട്. അവന്മാർ ഇപ്പോഴും കാത്തിരിക്കുവാണ് എന്റെ ആദ്യരാത്രിക്ക് വേണ്ടി. അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. പക്ഷേ അപ്പം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പണി കൊടുക്കുന്നത് നമ്മുടെയൊക്കെ നാട്ടില് സർവ്വസാധാരണ ഞാൻ ഇഷ്ടമുള്ള കൊടുത്തിട്ടുണ്ട്. ഇല്ലേ? അപ്പം അതുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയാണ് ഇത്. പണി കൊടുത്തോ ഇനി തിരിച്ച് പണി കിട്ടുമെന്നൊക്കെ ഉള്ളത് സെക്കൻഡറി ആണ്. പക്ഷേ ഇപ്പൊ നിങ്ങൾക്ക് ആ പ്രതലം കിട്ടിയില്ലേ, ആദ്യരാത്രി സ്ഥലം കിട്ടിയില്ലേ? ഇനി വരാൻ പോകുന്ന ആൾക്കാരുടെ പേരൂടെ പറഞ്ഞ് നമുക്ക് കുറച്ചുകൂടെ ഒരു ഉൾപ്പുളകം കിട്ടും. പറയട്ടെ, ഷജീർ, വിഷ്ണുപ്രിയ, പിന്നെ സുബിന്. ഇവരെ ഫസ്റ്റ് നൈറ്റ് കാണണം മക്കളെ. ഈ 3 പേര് പറഞ്ഞപ്പോ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു തിരമാല പോലെ ഓളം പോയി കണ്ടില്ലേ? അതുപോലെ ആയിരിക്കും നമ്മുടെ സ്കിറ്റും. നിങ്ങൾ നന്നായിട്ട് ചിരിച്ചു കൊടുക്കണം. ചിരിക്കുന്നതനുസരിച്ച് ബാറ്ററി ചാർജ് ആവും. ചേച്ചി ഒന്ന് ഓണാക്കി ചേച്ചി. ബാറ്ററി ഓണായി. ബാറ്ററി ഇപ്പൊ ചാർജ് ആയില്ലേ? ഇതുപോലെ നിങ്ങൾ ചിരിച്ച് ഈ ബാറ്ററി ഫുൾ ചാർജ് ആയി കൊടുത്ത് അവർക്ക് നല്ല പൈസ മാച്ച് ആദ്യരാത്രി എൻജോയ് ചെയ്യിപ്പിക്കണം ഇല്ലേ? അപ്പൊ നല്ല കൈയടി കൊടുത്തുകൊണ്ട് സ്വാഗതം ചെയ്യാം ഷജീർ, വിഷ്ണുപ്രിയ, സുബിൻ. ശരി ശരി, അതാരടിയത്? എന്റെ ഭാഗ്യയിലെ ഒരു അമ്മായിയാണ്. ബൈ ബൈ ബൈ, പൊക്കോ പൊക്കോ, വേഗം പൊക്കോ. അതാരാ? അത് ഞങ്ങളുടെ വകയില്ലാത്തൊരു അമ്മായി. അത് വരിക, തിന്ന, കുറ്റം പറയാ, വരാൻ, അതിനു വേണ്ടി മാത്രം ഒരു അമ്മായി. അതെന്താ? അത് അങ്ങനത്തെ ഒരു അമ്മായിയാണത്. പിന്നെ കിരീട്ടാ അല്ല, ചേട്ടന്റെ പേര് കിരൺ എന്നല്ലേ? അപ്പൊ എന്ത് വിളിക്കണോന്ന് അറിഞ്ഞാത്തോണ്ടേ നീ എന്നെ കിർണാപ്പിന്നോ കീരാപ്പിന്നോ എന്ത് വേണേലും വിളിച്ചോ. എന്നാ ഞാൻ കിർണാപ്പിന്ന് വിളിക്കട്ടെ? കിർണാപ്പിന്ന് വിളിച്ചോളൂ. കിർണാപ്പിക്ക് ഈ സിനിമാക്കാരെയൊക്കെ ആയിട്ട് നല്ല ബന്ധമല്ലേ? എന്നിട്ട് നമ്മുടെ കല്യാണത്തിന് ആരും വരാഞ്ഞു? ഞാൻ അവരൊക്കെ വിളിച്ചാണ്. അവർ വിളിച്ചപ്പോ അവര് പറഞ്ഞറിയുമോ, അവർക്കൊക്കെ ടൈറ്റ് ഷെഡ്യൂളാന്നാ പറഞ്ഞത്. ലൂസുള്ള എന്തിലിട്ടിട്ട് വരാൻ പറ. അതല്ല പറഞ്ഞത്, അവർക്കൊക്കെ സിനിമയിൽ ഭയങ്കര ബിസിയാണെന്നാണ് പറഞ്ഞത്. പിന്നെ വേറെ കാര്യമുണ്ട്, താലി കെട്ടുന്ന സമയത്തുണ്ടല്ലോ അലിക്കുട്ടി എന്നെ വിളിച്ചായിരുന്നു. അലിക്കുട്ടിയാ? അലിക്കുട്ടി അറിയില്ല? ആസിഫ് അലി അറിയില്ല? ഞാൻ ആസിഫ് അലി അലിക്കുട്ടി എന്ന് വിളിക്കുന്നത്. ആസിഫ് അലി എന്നെന്താ വിളിക്കുന്ന അറിയുമോ? കിരിക്കുട്ടിന്ന്. സ്നേഹം കൂടുമ്പോഴല്ല അവന്റെ കിരിക്കിട്ട കുത്തു. അപ്പൊ നിങ്ങളുടെ കൂടെ കൂടി ഒരു അലവലാതി ബന്ധം. അലവലാതി ബന്ധം അല്ല, അലി കിറി ബന്ധം. അറിയുമോ? എനിക്ക് ആസിഫിലായിട്ട് ബന്ധമുണ്ട്, യൂസഫിലായിട്ട് ബന്ധമുണ്ട്, ഷാരൂഖ് ഖാനായിട്ട് ബന്ധമുണ്ട്, മലയാള സിനിമയിൽ എല്ലാ ആൾക്കാരായിട്ട് എനിക്ക് ബന്ധമുണ്ട്. എന്റെ ബന്ധങ്ങളെ കുറിച്ച് ഇറങ്ങില്ല ഈ നാട്ടുകാർ പറയും. ആ ചിന്നുമായിട്ടുള്ള ബന്ധം അറിയാമോടാ? ഏത് ചിന്നുമായിട്ടാണ് ബന്ധം? ചിറകിൽ മഴവില്ല് വിളിക്കും മനസ്സേ ശുക്രിയ. അതല്ലല്ല, അത് വിട്ടില്ലായിരുന്നാ? ചിന്നുവല്ല, ചിന്നമ്മ, കുഞ്ഞമ്മ. അതാണ് പറയാ കുഞ്ഞമ്മ. അതാരാണ് പറഞ്ഞത്? അവനായിരുന്നാ? അവനുണ്ടല്ല, അവൻ ഞാൻ കല്യാണം വിളിച്ചിട്ടില്ല. അവൻ ഈ നാട്ടിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ തലയിടുന്ന ഒരാളാണ്. അവന്റെ തലയിലൊരു കുടം കണ്ടായിരുന്ന? കുടല്ലത്, അമ്മൻ കൂടെ അല്ലത്. ആവശ്യമില്ലാത്തൊരു കാര്യത്തിലൂടെ തലയിട്ടതാണ്. തലയിട്ടത് കുടത്തിനും. അന്ന് മുതൽ അവന്റെ തലയിൽ ആ കുടമുണ്ട്. അപ്പൊ ഞങ്ങൾ വിളിക്കുന്ന അറിയുമോ കുടം രാജു. പിന്നെണ്ടല്ലോ കിരിയേട്ടാ, ഞാൻ വന്നപ്പോ മുതൽ ചോദിക്കണോന്ന് വിചാരിച്ച്, കിരിയേട്ടന്റെ കല്യാണത്തിന് എന്തോ ആൾക്കാരെ വന്നേക്കുന്നത്? അപ്പൊ നിന്റെ കല്യാണം അല്ലേ? ശരിയാണല്ലോ, നമ്മുടെ കല്യാണത്തിന് എന്തോ ആൾക്കാരാണ് വന്നേക്കണത്. അതാണ് ഞാൻ ഈ നോക്കണത്. എന്താണ് ഇവരൊക്കെ ആരാണ്? ഞാൻ വിളിച്ചിട്ട് പോലില്ല. അതുമാത്രല്ല, ഇതുവരെ ആയിട്ട് ഇങ്ങനെയുള്ള കുറെ ആൾക്കാരെ വീട്ടിൽ ഞാൻ വിളിക്കാണ്ട് ഉണ്ടിട്ടുമില്ല. പിന്നെ ഇത്രയും പേര് വന്ന് എനിക്ക് ഇപ്പോഴും അറിയാൻ പാടില്ല. അപ്പൊ കിരീട്ടം മറ്റേതല്ലേ, നക്കി തിന്ന തൊണ്ട് തിന്ന നക്കി തിന്ന. അല്ല, ഒരു ഫ്ലോയ്ക്ക് ഞാൻ അങ്ങനെ പറഞ്ഞു ഇതാണ്. അങ്ങനെ ഒരുപാട് ഫ്ലോ. കിരീട്ടം വിളിച്ച ആരെങ്കിലും വന്നായിരുന്നോ? 2 ആൾക്കാർ വന്നു. ആരൊക്കെയാണ്? ഒന്നാ ഫോട്ടോഗ്രാഫറും പിന്നൊന്ന് നീയും. പിന്നല്ല കിരീട്ടാ, കിരീട്ടൻ താലി കെട്ടുന്ന സമയത്തില്ലേ കൈ വിറക്കണം ഞാൻ കണ്ടായിരുന്നു കേട്ടാ. ശ്രദ്ധിച്ചറിഞ്ഞല്ലേ? അത് ഞാൻ മനഃപൂർവ്വം വിറപ്പിച്ചാണ്. എന്തിന്? നിനക്ക് തോന്നരുത് എനിക്ക് ഇതിനു മുമ്പ് വേറെ കെട്ടിയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടെന്ന്. ഒന്നുമില്ലല്ലോ. അയ്യോ, കിരീട്ട പച്ചക്കുതിര. ബാഗ് ബാഗ് കാണിക്കുന്നേ?
പച്ചക്കുതിര. പച്ചക്കുതിരെ ഓ ദിലീപേണ്ട പച്ചക്കുതിരയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. എന്റെ കയ്യിലിരിക്കണ പച്ചക്കുതിരനെ കണ്ട അതിനെ തട്ടിക്കളയാണ്ട്. ഷോ വന്നു കയറിയ മഹാലക്ഷ്മിനെ തട്ടിക്കളയാനാ. പച്ചക്കുതിര വീട്ടിൽ കയറിയുള്ള ഗുണം എന്താണെന്നറിയാമോ? എന്താണ്? നമ്മുടെ വീട്ടില് പണം വന്ന് നിറയും. പിന്നെ ഓ എടാ 30,000 രൂപ പറഞ്ഞ പന്തലുകാരില്ലേ ഇപ്പൊ 50,000 രൂപയാണ് ചോദിക്കണത്. പച്ചക്കുതിര വന്ന് എന്തുണ്ടാവുന്ന പറഞ്ഞത്? നിറയും പണം. ആണോ അല്ലേ? ഇനി അവർക്ക് കൊടുക്കാനുള്ള പൈസ നിന്റെ മാല വിറ്റിട്ട് വേണം കൊടുക്കാനായിട്ട്. കിരീട്ടോ ഈ പച്ചക്കുതിരനെ ഇന്ന് തന്നെ ഏതെങ്കിലും മഞ്ഞ പെയിന്റ് കൊണ്ട് മുക്കി വെക്കൂ. എന്തിനാണ്? ഇന്ന് മുതൽ ഒരു പച്ചക്കുതിര അല്ല മഞ്ഞക്കുതിര. നമ്മളെ പോലുള്ള ആൾക്കാർക്ക് അമിത പ്രതീക്ഷ ഇനി ഈ ജന്തു ആർക്കും കൊടുക്കരുത്. പിന്നെണ്ടല്ലോ കിരീട്ടനെ ഈ പാലിലെ പഞ്ചസാര ഇഷ്ടാണ്. ഇത്രയും നാളും പാലില് പഞ്ചാര ഒഴിച്ച് കുടിക്കുന്നതായിരുന്നു എനിക്ക് ഇഷ്ടം. പക്ഷെ ഇന്ന് മുതൽ എനിക്ക് പഞ്ചസാര വേണ്ട. അതെന്താ? എന്റെ പഞ്ചാര കെട്ടി നീയല്ലേ? ദൈവമേ എന്നെ ഉറുമ്പരിക്കാതെ നോക്കണം. പിന്നെണ്ടല്ലോ കിരീട്ട ആകാശത്തേക്ക് നോക്കിക്കേ. എന്താണ് ഇവിടെ? മിന്നുന്ന താരങ്ങൾ വല്ലതും കാണുന്നുണ്ടോ? ഒരു താരത്തിനും കാണുന്നില്ല. എങ്ങനെ കാണും? എന്റെ മിന്നൻ താരം ദേ നിക്കണ്. ഞാനാണോ നിന്റെ മിന്നൻ താരം? ഞാനാണ് മിന്നൻ താരം. അതെ ഇവിടെ നിൽക്ക്. ഞാൻ ഇപ്പൊ തന്നെ ആശുപത്രി കൊണ്ടുവന്ന് വരാം. എന്തിനാണ്? നിന്റെ ഈ പഞ്ചാര വാക്കുകൾ കേട്ട് എനിക്ക് അങ്ങനെ ഷുഗർ കൂടിയാലോ? ഞാൻ ചേട്ടന് ഇൻസുലിൻ കൊണ്ട് പൊതിയും. എന്നാണ്? സ്നേഹം കൊണ്ട് പൊതിയൊന്നും. അയ്യോ പോലീസ്! പോലീസാ? നീ എങ്ങടെ ഓടുന്നത്? അല്ല പോലീസ് വന്നില്ല ചായ എടുക്കാന്ന് വിചാരിച്ചു. എനിക്കെല്ലാം എനിക്ക് മനസ്സിലാവുന്നു. പല കാര്യങ്ങളും മനസ്സിലാവുന്നുണ്ട്. ചേട്ടൻ കള്ളനാണ്. ഞാൻ കള്ളനല്ല. പിന്നെ എന്തിനാ പേടിക്കണത്? അത് വെറും ഒരു പോലീസല്ല. ആ പോലീസുകാരൻ എന്റെ കൂട്ടുകാരനും കൂടിയാണ്. അതിനാണ് പേടിച്ചത്? അല്ലെന്ന് പിന്നെ? ഞങ്ങൾ തമ്മിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? വേറൊന്നല്ല, അവന്റെ കല്യാണത്തിന്റെ ദിവസം ഞാനൊരു ചെറിയ പ്രാങ്ക് കൊടുത്തായിരുന്നു. എന്ത് പ്രാങ്ക്? അതെ, അവൻ ആദ്യ രാത്രിക്ക് മറയറക്കുള്ളിൽ കയറാൻ വേണ്ടി പോയപ്പോൾ ഞാൻ അവനെ പിടിച്ചിരുത്തി വെളുക്കെ ചെസ് കളിച്ചു. ആ ചെസ് കളിയിൽ അവന്റെ ഭാര്യയുടെ മുമ്പിൽ വെച്ച് അവൻ തോറ്റു. അവൻ എന്റെ എന്റെ അടുത്ത് എന്താ പറഞ്ഞറിയുമോ? നിനക്ക് മുണ്ടിലുള്ള കല്യാണം എന്നൊരു ദിവസം ഞാൻ വരുമടാ പക പോക്കാൻ. അങ്ങനെ അവൻ പക പോക്കാൻ വേണ്ടി വന്നേക്കാണ്. പക പോക്കാൻ വന്നോണ്ട് ചിരിയും പൊക്കിക്കൊണ്ടാണല്ലോ വന്നത്. നീയൊക്കെ തീരെ പ്രതീക്ഷിച്ചില്ലല്ലേ? ഈ ചിരി ഞാനിവിടെ പ്രതീക്ഷിച്ചില്ലായിരുന്നു. തിരിയല്ല എന്നെ പ്രതീക്ഷിച്ചോടാ നീ. അത് ഞാൻ പ്രതീക്ഷിച്ചതാ. അതെങ്ങനെയാണ്? കാരണം ഈ കല്യാണം വീട്ടിൽ വന്ന എല്ലാ ആൾക്കാരും വെറുതെ ചുമ്മാ നച്ചു തിന്നെ വന്ന ആൾക്കാരായിരുന്നു. എന്റെ പൊന്നടാവേ ഒരു സാധനം ഞാൻ തിന്നിട്ടില്ല. ഒന്നും ഞാൻ തിന്നിട്ടില്ല. സംശയം നീ ക്യാമറ നോക്കണ. ക്യാമറ നോക്ക്. കൂൾ ഡ്രിങ്ക്സ് കുടിച്ചായിരുന്നല്ലേ? എങ്ങനെ മനസ്സിലായടാ? ഏമ്പക്കത്തി കൂടെ കസകസ് തെറിച്ചായിരുന്നു. എടാ ഞാനുണ്ടല്ലോ വെൽക്കം ഡ്രിങ്കിനായിരുന്നു ഒരു ചെറിയ പെക്കടിച്ചു. പെക്കല്ല, ഞാൻ ഒരു ഗ്ലാസ് കൂൾ ഡ്രിങ്ക്സ് കുടിച്ചു. അപ്പൊ ഏതായാലും എനിക്ക് വളരെയധികം സന്തോഷമായി. അപ്പൊ ഹാപ്പി മാരീഡ് ലൈഫ്. താങ്ക് യുടാ. ഓക്കെ. പറഞ്ഞ പോലെ ഇന്നലെ ഭയങ്കര ശാന്തനാണല്ലോ. ഞാൻ അതാണ് ഓർക്കുന്നത് എന്താണ് ഇങ്ങനെ പറ്റിയെന്നുള്ളത്. എന്നാലും കുഴപ്പമില്ല. വാശിയും ദേഷ്യമൊക്കെ മറന്ന് നിന്റെ കല്യാണം കൂടാൻ വേണ്ടി വന്നല്ലോ. അഴിച്ചു നോക്ക. റൂമിൽ പോയിട്ട് അഴിക്കാം. എന്ത്? എടാ റൂമിൽ പോയിട്ട് അയക്കില്ല. പിന്നെ ആദ്യം നീ ബോക്സ് അതെ മറ്റേ ആ വിഹിതം ഉണ്ടാക്കല്ലേട്ടാ. അവിഹിതോ? അല്ല ഇതിനെന്താ പറയല്ലോ? അവിവേകം. അതൊന്നും ഉണ്ടാക്കരുതട്ടോ. നീ അഴിക്കത്. ഇവന്റെ ഒരു കാര്യം പണ്ട് ഇവൻ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും എന്റെ അടുത്ത് ഇങ്ങനെ അടിക്കാൻ വേണ്ടി പറഞ്ഞോട്ട് അമ്പട കള്ള. എടാ ഒരു പോലീസുകാരന്റെ നേരൊക്കെ കള്ളാന്ന് വിളിച്ചിട്ട് പെണ്ണുമ്പിളെ ഇടിപ്പിക്കണടാ നീ. എടാ അതല്ല സംഭവം. എടാ അന്ന് ഞാൻ എന്നെ ചെസ്സിൽ തോൽപ്പിച്ചു. നീ എനിക്ക് ഇവിടെ ചെസ് സമ്മാനം തന്നേക്കാണടാ. സന്തോഷമായോ? സന്തോഷമായി. ഇനിയാണ് ട്വിസ്റ്റ്. നമ്മൾ തമ്മിൽ ഇനി ചെസ് കളിക്കാൻ പോകുന്നു. ഇന്നെന്റെ ആദ്യ രാത്രിയാണ്. ഇത് നിനക്ക് ആദ്യ പിടിക്കേണ്ട രാത്രിയാടാ. അന്ന് വായിട്ട് ആവി പിടിക്കണ്ട. ആവി പിടിപ്പിക്കാൻ? ആവി പിടിപ്പിക്കാനല്ല, ഇതുപോലൊരു ആദ്യ രാത്രിയാണ് എന്റെ ഭാര്യയുടെ മുമ്പിൽ വെച്ച് ഇവൻ എന്നെ ചെസ് കളിച്ച് തോപ്പിച്ചത്. അതിനുശേഷം എന്റെ ഭാര്യ ഉണ്ടല്ലോ എന്റെ റൂമിനകത്ത് പോലും കേട്ടിട്ടില്ല, അറിയാമോ? എന്ന് ഇവനെ ചെസ് കളിച്ച് തോപ്പിക്കുന്നുവോ അന്നാണ് എന്റെ ആദ്യ രാത്രി. 1 2 അല്ല 3 വർഷം. അതുകൊണ്ട് നിന്റെ ഭാര്യയുടെ അടുത്ത് ഞാനാണ് ഭാര്യ. നിന്റെ ഭർത്താവിന്റെ അടുത്ത് നിന്റെ അടുത്ത് ഇവനെ ഞാൻ ചെസ് കളിച്ച് തോപ്പിക്കാൻ പോകുന്നു. എടാ പോടാ ഭ്രാന്ത. അന്നൊരു പ്രാങ്ക് കാണിച്ചാണ്. അതിന്റെ പേരിൽ അവൻ ചെക്സും പൊക്കി പിടിച്ചോണ്ട് അതെ നിങ്ങൾ ഒരാള് വെല്ലുവിളിച്ചേക്കണേണാ. എന്റെ ഭർത്താവ് ഒരു കുശലുള്ള ആണായിരിക്കണം എന്റെ ആഗ്രഹം. അതെ വെല്ലുവിളി സ്വീകരിച്ചിട്ട് ആ റൂമിൽ കയറിയാൽ മതി. ഒരു കാര്യം ഞാൻ പറയാ, ചെസ് കളിച്ചിട്ട് തോറ്റിട്ട് എങ്ങനെ ആ റൂമിലേക്ക് വന്നാ നിങ്ങളുടെ ഉള്ളംകാലി ഞാൻ ആണി അടിച്ച് കയറ്റും. ഇവിടെ വന്നിരിക്കണം. പ്രോപ്പർട്ടി ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എവിടെ ഇരിക്കുക? നിനക്ക് വല്ല പ്രാന്താണ്ടാ? എന്താ? അവള് പറഞ്ഞേ കേട്ടാ. എന്ത്? ഈ കളിയിലെങ്ങാനും ഞാൻ തോറ്റു കഴിഞ്ഞാൽ ആ റൂമിക്ക് എന്നോട് കയറണ്ടാണ്. നീ ലോക്കായോ? ഞാൻ ലോക്കായി. ഇതുപോലെ തന്നെയാണ് ഞാൻ അനുഭവിച്ചത്. ഇവിടെ ഇരിക്കണം. അവിടെ ഇവിടെ ഇരിക്കണം. അവിടെ ചെസ് കരിയൊക്കെ നിർത്തിയിട്ട് നീ എന്നെ കളിക്കാൻ എന്താ അങ്ങോട്ട് നോക്കണേ? എന്തിനാ? ഒന്ന് അവിടെ ഒരാൾ പോയായിരുന്നു. ആര് പോയായിരുന്നു? നീ അതൊന്നും നോക്കണ്ട. ചെസ് കളിക്കാൻ നോക്കടാ. ചെസ് കളിക്കടാ. ചെസ് കളി. എടാ ഇവിടെ ശ്രദ്ധിക്കടാ. അങ്ങോട്ട് ശ്രദ്ധിക്കടാ. ഇവിടെ നിന്ന് ചെസ് കളിക്കടാ.
ഈ നീക്കം കണ്ടിട്ട് നിനക്ക് എന്ത് തോന്നുന്നു? ഉറങ്ങാൻ വേണ്ടി പോകാൻ തോന്നുന്നു. അല്ല, അവളുടെ നീക്കം കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നത്. എടാ അവളുടെ നീക്കല്ല, ചെസ്സിൽ എന്റെ ബുദ്ധിപരമായ നീക്കം കണ്ടിട്ട് നിനക്ക് എന്ത് തോന്നുന്നു? അയ്യോ, അയ്യോ ഒന്നും തോന്നുന്നില്ല. നീ കളിക്കടാ, നീ കളിക്കടാ. ഞാനോ? നീ കളിക്കടാ. ഞാൻ ആനനെ ഇറക്കി. ആന അങ്ങോട്ട് പോകില്ല. ആന ഇങ്ങോട്ട് പോട്ടെ. ആന ഇങ്ങോട്ടും പോകില്ല. ആന അങ്ങോട്ട് പോട്ടാ. എടാ ആന കോണായിട്ടടാ പോവുള്ളൂ. ആനാ? ആന ഇങ്ങനെ അങ്ങനെ അങ്ങനെ പോട്ടെ. ആന ഇതെന്താണത്? ഇതെന്താണ് നിന്റെ ആന ഇങ്ങനെ പോണത്? എന്റെ ആനയ്ക്ക് ഇപ്പൊ മതളകിയിരിക്കണം. മതളകി ആനയ്ക്ക് എങ്ങനെയാണ് പോവാം? എടാ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. നീ എന്നടാ മൂക്കത്ത് വെച്ചിട്ട് നാണിച്ചിരിക്കുന്നത്? നിന്റെ മൂത്തിട്ട് പറ്റ അല്ല, നിന്റെ മൂക്കത്ത് നാണിച്ചു വെച്ചിരിക്കുന്നത് എന്തിനാണ്? ഞാൻ ആലോചിക്കായിരുന്നത്. കിരണേട്ടാ, ഞാനേ കുളി കഴിഞ്ഞിട്ട് മുല്ലപ്പ് വെക്കണോണ്ട് വല്ല കുഴപ്പമുണ്ടോ? മുല്ലപ്പ് നല്ലതാ. മുല്ലപ്പ് നല്ലതാ. നീ കുളിക്കാൻ വേണ്ടി പോണ? ഞാൻ കുളിച്ചിട്ടില്ല. നീ കുളിക്കരുത്. നീ ഇവിടെ നിന്ന് കളിക്കുക. നാറിയിരിക്കണം. നീ കളിക്കണം. നീ നാറും. ഇനി ഭാര്യയുടെ മുമ്പിൽ നീ നാറാൻ പോണേ ഉള്ളൂ. എന്നാലേ ഞാൻ ബെഡൊക്കെ കൊട്ടി വിരിച്ചിടാട്ടോ. അയ്യോ. എത്ര നേരമായി ഞാൻ കാത്തു നിൽപ്പൂ. എങ്ങോട്ട് പോണു? എത്ര നേരമായിട്ട് കാത്തിരിക്കാന്നൊക്കെ പറയാം. അവൾ അവിടെ കാത്തിരിക്കുള്ളൂ. നീ ഇവിടെ ഇരുന്ന് ചെസ് കളിക്കടാ. നീ കളിക്കടാ. നീ ചെസ് കളിക്കടാ. നീ ചെസ് കളിക്കടാ. നീ കളിക്ക. എങ്ങോട്ട് നോക്കണു? എടാ നിന്നോട് കളിക്കടാ. നീ തേരാളി. എന്നടാ നീ പറഞ്ഞു? തേരാളി എന്നാ പറഞ്ഞത്. ദൈവമേ, ഞാൻ പോലീസ് ഭാഷയിൽ ചിന്തിച്ചു പോയടാ. സോറി. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം. എന്റെ കുതിരയെ ഞാൻ ഇങ്ങോട്ട് ചാടിച്ച് ഈ റൂട്ടിൽ വിട്ടു. കുതിര റൂട്ട് പോവൂല. അങ്ങനെയാണെങ്കിൽ ആന ഈ റൂട്ടിൽ പോട്ടെ. ആന റൂട്ടിൽ പോവൂല. എടാ ഞാൻ ട്രാഫിക് പോലീസാടാ. ഏത് റൂട്ട് പോകുന്നു ഞാൻ തീരുമാനിക്കൂടാ. കളിക്കണം. നീ അങ്ങനെയാണെങ്കിൽ ഞാൻ മന്ത്രി ഇറക്കി. യെസ് സാർ. സാറേ ഞാനുണ്ടല്ലോ സാറേ, എനിക്ക് ചെറിയ ഡ്യൂട്ടി പ്രശ്നമുണ്ട്. അത് കാരണം ഞാൻ എങ്ങോട്ട് പോണു? എങ്ങോട്ട് പോണു? സാറിപ്പോ എസ്കോട്ട് പോകാൻ പോലെ. അല്ല, എസ്കോട്ടും പോയി, മന്ത്രിയും പോയി. നീ ഇവിടെ ഇരിക്കെ കളിക്ക്. ബാക്കി കളിക്കണം. നീ കിർണാപ്പി പാല്. പശുമ്പാലും ആട്ടുംപാലും എന്നൊക്കെ കേട്ടത് എന്നാടി പിള്ളേ? കിർണാപ്പി പാല്. കിർണാപ്പി പാലല്ല, തിരുനാപ്പി തന്നെ സ്നേഹത്തോടെ വിളിക്കും. അങ്ങനെ വിളിച്ചാലേ വിളിച്ചാണ്. പാല് കുടിക്ക്. പാല് കുടിക്കും. നീ ഇതിൽ മാധുര്യമില്ലല്ലോ. അത് കൊള്ളപ്പ നേരത്തെ പറഞ്ഞൊക്കെ മറന്നുപോയാ? എന്താണ്? ഒന്നും ഓർമ്മയില്ലേ? എന്താണ് പറഞ്ഞത് ഞാൻ? അപ്പൊ ഞാൻ ഇത്ര നേരം കൈയിട്ടിളക്കി വെറുതെയാ? ആരെങ്കിലും പാലിന് വരെ ഇളക്കോ? അല്ല, അപ്പൊ ഞാനാണ് നിങ്ങളുടെ പഞ്ചാര കട്ടേന്ന് പറഞ്ഞു. നല്ല മധുരം. നന്നായിട്ട് കൈയിട്ടിളക്കി. എന്നാ കളിക്കുന്നു കളിക്കടാ. നിന്റെ കളി ഞാനൊന്ന് കാണട്ടെ. കളിക്കങ്ങോട്ട്. കളിക്കടാ. ചെക്ക്. അമ്പടാ ചെക്ക് ഞാൻ മറച്ചടാ. ഞാൻ മറച്ച്. ചെക്ക് ഞാൻ മറച്ച്. ഞാൻ വെട്ടി. എടാ ഇതുവരെ ഇല്ലാത്ത ആവേശം നിനക്ക് ഇപ്പൊ എങ്ങനെ വന്നടാ? എന്റെ ആവേശം ഇവിടെ ഇരിക്കില്ല. പറയണ്ട. ഞാനേ അവിടെ പോയി ബെഡൊക്കെ കൊട്ടി വിരിച്ചിട്ട് വരാവേ. വരാന്ന് പറഞ്ഞിട്ട് ചേട്ടൻ വരാതിരിക്കരുതേ. വരാതിരുന്നാലോ വരാതി തീരൂല. എന്താണ് ടിങ്കണാക്കി. എന്തുണ്ടാക്കണം? അന്ന് അവിടെ വന്നിരിക്കണം. നീ ഈ ചെസ് കളിക്കണം. നീ അഭ്യാസം കളിക്കണം. ചെസ് കളിക്കണം. ഇത് വെച്ചിട്ടും തീരാത്ത കാര്യങ്ങളാണല്ലോ ദൈവമേ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആദ്യ രാത്രി നടക്കൂല. എവിടെ പോണാണ്? നിങ്ങൾ എവിടെ പോണത്? ആര് പോണ്? അവിടെ പോണു. ആരാ? ആരാ? എടാ കളി ടൈറ്റ് ആയല്ലോടാ. ഇത് ഭയങ്കര ടൈറ്റായി കളിപ്പോ. ഇനി ഞാൻ എന്ത് ചെയ്യും? നീ ഏട്ടാ, ഓ, എത്ര നേരം ഞാൻ നോക്കിയിരിക്കണേ. എനിക്ക് ഉറക്കം വന്നെന്ന്. നീ ഉറങ്ങാൻ വേണ്ടി പോണാ? ഞാൻ ഉറങ്ങാൻ പോണേ. ഞാൻ വന്നിട്ട് ഉറങ്ങിയാ മതി. അതൊന്നും പറ്റൂല, എനിക്ക് ഉറക്കം വന്നെ. അയ്യോ, നീ ഉറങ്ങില്ല. ഞാൻ വന്നിട്ട് ഉറങ്ങിയാ മതി മോളെ. ഉറങ്ങാൻ പോണേ. നീ കളിക്കണം. നീ കളിക്കടാ. അവൾ ഉറങ്ങിക്കഴിഞ്ഞാൽ എന്റെ ആദ്യ രാത്രി ഒന്നും നടക്കൂല. ഇനി പറ്റ കൈ പ്രയോഗിക്കാനേ വഴിയുള്ളൂ. അളിയ, നീ എത്ര കാലം തോറ്റു ജീവിക്കും? ഞാൻ ഒരു ഐഡിയ നിനക്ക് പറഞ്ഞു തരട്ടെ. എന്താണ്? നിനക്ക് വേണ്ടി ഈ കളിയിൽ ഞാൻ തോറ്റു തന്നിരിക്കുന്നു. അപ്പൊ എന്റെ ബുദ്ധിപരമായ നീക്കം കണ്ടിട്ട് നിനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലല്ലേ? ഇല്ല. അപ്പൊ നീ തോറ്റു, ഞാൻ ജയിച്ചു. ഞാൻ ജയിച്ചേ. ജയിച്ചു. ഞാൻ ജയിച്ചു മോളെ. നിങ്ങൾ തോറ്റാ? നീ മതേടി. എടി, ഇങ്ങനെ കളി നടന്നു കഴിഞ്ഞാൽ ആദ്യ രാത്രി നടക്കൂല. അതുകൊണ്ട് ഞാൻ ഉപയോഗിച്ചൊരു ബുദ്ധിയാണ്. അവനായിട്ട് എന്നെ തോൽപ്പിച്ചതല്ല, ഞാനായിട്ട് അവന് തോറ്റു കൊടുത്തതാണ്. നിസ്സാര ഒരു ഗെയിമിന് വരെ തോറ്റു കൊടുക്കുന്ന ഒരു മനുഷ്യനെ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങൾ ഇനി ഈ കളി ജയിച്ചിട്ട് മതി നിങ്ങളുടെ ഫസ്റ്റ് നൈറ്റും ഫസ്റ്റ് നൈറ്റും ഒക്കെ. അവിടെ നീ പോടാ അവിടുന്ന്. പോടന്നല്ല, വാടാ. എടാ ഒന്നും രണ്ടും അല്ല, 3 വർഷം. അന്ന് നീ ജയിച്ചപ്പോ ഞാൻ തോറ്റു, ഞാൻ ജയിച്ചപ്പോ നീ തോറ്റു. നീ അനുഭവിക്കടാ. അയ്യോ, ഗുഡ് നൈറ്റ് അല്ലടി, ബാഡ് നൈറ്റ്. ചെക്ക്. ഫസ്റ്റ് നൈറ്റ് അങ്ങനെ നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ? ആർക്കെങ്കിലും ഇതുപോലെ അനുഭവം ഉണ്ടോ? ശ്രീവിദ്യ മൗനം പാലിക്കുന്നു. ഉണ്ടോ ശ്രീവിദ്യ ഇതുപോലത്തെ? ഇല്ല, പക്ഷെ ഞാൻ കൊടുക്കാറുണ്ടായിരുന്നു. ഫാനും AC ഓഫ് ചെയ്തിട്ട് ഇതിന്റെ മറ്റേ ഫാനിന്റെ സ്വിച്ച് ഇത് പ്ലാസ്റ്റർ വെച്ച് മൂടിയിട്ട് AC റിമോട്ട് ഗിഫ്റ്റ് ബോക്സിൽ ഇട്ടിട്ട് ഗിഫ്റ്റിന്റെ അതിലേക്ക് ഇട്ട് കൊടുക്കും. ഓ മൈ സിമ്പിളായിട്ട്. ഞാൻ അങ്ങനെയല്ല, മറ്റേ അലാം ക്ലോക്സ്, കുറെ അലാം ക്ലോക്സ്, ഒരു മിനിമം ഒരു നമ്മളെല്ലാരും പൈസ ഇട്ടിട്ട് 500 അലാം വെച്ചിട്ടുണ്ടായിരുന്നു. എവറി
5 minutes. അപ്പോ ആൻഡ് വേറെ വേറെ സൗണ്ടുള്ള അലാംസ്. അവരിപ്പോഴും ഓഫ് ചെയ്തോണ്ടിരിക്കുകയാണോ? അതല്ല കുറച്ച് കഴിഞ്ഞപ്പോ ലൈറ്റ് ഓഫ് ചെയ്തു, AC ഓഫ് ചെയ്തു. അലാം അവർ തപ്പിക്കൊണ്ടിരുന്നു. ലൈറ്റും ഉണ്ടായിരുന്നില്ല, AC ഉണ്ടായിരുന്നില്ല. പിന്നെ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ നമ്മൾ കണ്ടു. അപ്പൊ നമ്മൾ പറഞ്ഞു ഗുഡ് മോർണിംഗ്, ഹൗ ആർ യു എന്ന് പറഞ്ഞപ്പോ അവരൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കില്ല, നമ്മളോടും സംസാരിക്കില്ല. എന്തോ അത്രയേ ഉള്ളൂ. അല്ലല്ല, സംഭവം അവര് രാത്രി ഒരു ഡിജെയുടെ പശ്ചാത്തലത്തിൽ ചേച്ചി ശാപം കിട്ടൂട്ടാ. നമ്മളെന്തറിയോ, ഈ ബലൂൺ പെരുക്കിയിട്ടേ, അത് ചെറിയ ചെറിയ ബലൂണുകൾ പെരുക്കി വീർപ്പിച്ചിട്ട് ഈ മെത്തേഡ് അടിയിൽ അവിടെ ഇവിടെ വെക്കും. അപ്പൊ ഒരു മാലപ്പടക്കത്തിന്റെ ഇത്. കാര്യം വേട്ടെ, കല്യാണം നടന്നില്ലല്ലോ, ഇതാണ് പിന്നീട് ജനലില്ലേ, ജനലിന്റെ കൊളുത്തില്ലേ, കൊളുത്ത് ഉൾപ്പെടെ അത് ഫുൾ ഊരി എടുത്തോണ്ടങ്ങ് പോകും. അപ്പൊ രാത്രി ഏത് സമയത്തോടെ തുറന്നിട്ട് ഹലോ. ഇതൊക്കെ പറഞ്ഞപ്പോ ഇവിടെ വേറെ വലിയ കഥ ശരിക്കും റിയൽ ലൈഫിൽ നടന്നിട്ടുണ്ട്. ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റിന് കസിൻസും ചേട്ടന്മാരും കൂടി വറ്റൽമുളക് തുണി കെട്ടിയിട്ട് കത്തിച്ച് ബാത്റൂമിന്റെ അകത്തിട്ട്. അപ്പൊ നനവ് കൊണ്ട് ഫുള്ള് പോകുക. എനിക്കാണെങ്കിൽ അന്ന് ആസ്മയുടെ പ്രശ്നമുണ്ട്. ഞാൻ ഇരുന്ന് വലിക്കുക, നേരം വെളുക്കുവരെ ചേട്ടൻ എനിക്ക് തടവിക്കൊണ്ടിരിക്കും. എന്തുമാത്രം കഥകളാണ് ഗൈസ് കേട്ടത്. അപ്പം അറിയാലോ, ഇനി കല്യാണം കഴിക്കാൻ പോകുന്നവർ ശ്രദ്ധിക്കുക, ഈ കൂട്ടങ്ങളെ ആരെയും വിളിച്ചേക്കരുത്. ഫ്രണ്ട്ഷിപ്പ് മൂത്ത് ചിലപ്പോൾ ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്യും. അത് മാത്രമല്ല, ഇതൊക്കെ ഫണ്ടിന് നമ്മൾ ചെയ്യുന്നതായിരിക്കും, പക്ഷെ എപ്പോഴാണ് കൈവിട്ട് പോകാന്നുള്ളത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ആരും വീട്ടിൽ പോയി ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ട്രൈ ചെയ്യരുത്. ഓൾസോ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഇങ്ങനത്തെ പണിയും കൊടുക്കരുത്. അവർ എൻജോയ് ചെയ്യട്ടെ. രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം അല്ല, അപ്പൊ നമ്മൾക്കും എൻജോയ് ചെയ്യണ്ടേ? അവരുടെ ഫസ്റ്റ് ആയിട്ട് കളിക്കിട്ട് നമുക്ക് എന്ത് സന്തോഷം. കളിക്കുന്ന എന്താ, അവര് ചിരിച്ചോണ്ടിരുന്നില്ലേ? ചേച്ചി ഉള്ളിൽ തെറിയായിരിക്കും ചേച്ചി. അതെ. അപ്പൊ എന്തായാലും കോമഡി മാസ്റ്റേഴ്സിന്റെ ഇന്നത്തെ എപ്പിസോഡിലെ ലാഫിംഗ് ഗ്യാസ് ഇവർ എത്രത്തോളം ബാറ്ററിയിൽ നിറച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്ക് നോക്കിയാലോ. ഓക്കെ, ബാ. ₹20,000 ആണ് നേടിയിരിക്കുന്നത് ബാങ്ക് ഓഫ് ബോംബെ. Yes. 20,000 rupees credit. My laughing gas. യെസ്, ക്രെഡിറ്റഡ്. ഓക്കെ, അപ്പൊ എന്തായാലും അടുത്ത തവണ ഇതുപോലെ തന്നെ ഗംഭീരമായിട്ട് തിരിച്ചു വരാം. ഇടയ്ക്കൊന്ന് മാറിപ്പോകുന്നുണ്ട്, വഴി തെറ്റാണ്ട് തിരിച്ചു വരാം. ചേച്ചി, നമ്മുടെ കോമഡി മാസ്റ്റേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ചിരി യാത്രയാണല്ലോ. അപ്പൊ നമ്മൾ എല്ലാവരും ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഫ്ലോറിലേക്ക് ടാക്സി പിടിച്ച് കുറച്ച് ആൾക്കാർ വരാൻ പോവുകയാണ്. അപ്പൊ അതെങ്ങനെയാന്ന് വെച്ചാല്, ഒരു സൈഡിൽ കൂടെ ടാക്സിക്കാർ വരുമ്പോൾ മറ്റു സൈഡിൽ കൂടെ ഓൺലൈൻ ടാക്സിക്കാർ വരുന്നു. ഇവര് വന്ന് ക്ലാഷ് ആകുന്ന സ്ഥലമാണ് നമ്മുടെ ഫ്ലോറ്. വരുന്ന ആൾക്കാര് നിസാരക്കാരല്ല, നമ്മുടെ സജയൻ ചേട്ടൻ, സന്തോഷ് ചേട്ടൻ, സരിത ചേച്ചി. അപ്പൊ മക്കളെ, നിങ്ങളൊന്ന് നന്നായിട്ട് കൈയടിക്കുക. നിങ്ങൾ ചിരിക്കുന്ന അനുസരിച്ചിരിക്കും നമ്മുടെ ബാറ്ററി ചാർജ് ആകുന്നത്. ചേച്ചി, ബാറ്ററി ഓൺ ചെയ്താലോ? യെസ്, ബാറ്ററി ഓൺ ആയി. ഓക്കേ, അപ്പൊ നമുക്ക് പോകാം ഒരു ചിരി ട്രിപ്പിലേക്ക്. പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് നിന്റെ ഓൺലൈൻ ടാക്സി കൊണ്ട് വരരുതെന്ന്. നീ ഇപ്പൊ എന്ത് വന്നത്? ഞാൻ ഓടാൻ വന്ന് ഇയാക്കെന്ത് ഓടാൻ പോകുന്ന ഇതൊരു വെയിറ്റ് പീറ്റി വിഷയേ. അതെ, നിന്റെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ കളത്തി കയറി കളിക്കാൻ വരരുതെന്ന്. ഇയാടെ കളത്തിൽ കയറി കളിക്കാൻ ഞാൻ ചീട്ടുമായിട്ടല്ല വന്നേ, കാറുമായിട്ടാ. നിന്റെ ടാക്സി കൊണ്ട് ഇവിടെ വരരുത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇയാള് പറഞ്ഞാൽ മതിയോടങ്ങ്. ഉത്തരം പറയണോ? നിന്നെ ഇന്ന് ഞാൻ പെണ്ണായി പോയി. ആരും പറഞ്ഞാ വിശ്വസിക്കത്തില്ലാട്ടാ. ഈ കഷണ്ടി തലം വെച്ചോണ്ട് പെണ്ണായിന്ന് പറഞ്ഞു. ഞാൻ പെണ്ണല്ല, നീ പെണ്ണായി പോയെന്ന്. അതിപ്പോ ഇയാള് പറഞ്ഞോണ്ട് എനിക്കറിയാം. ഞാൻ ജനിച്ചപ്പോ മുതലേ പെണ്ണാ. ഇപ്പൊ ഇയാൾക്ക് എന്തോ വേണം? നിന്റെ ടാക്സി ഇവിടെ ഓടൂല. ടാക്സി അനങ്ങിയ ഗ്ലാസ് ഞാൻ അടിച്ചു പൊട്ടിക്കും. അതെ, എന്റെ ക്ലയന്റ് ഇവിടെ ഉണ്ട്. അവര് പറഞ്ഞ ഞാൻ കൊണ്ടുപോയിരിക്കും. നമുക്ക് കാണാം. എക്സ്ക്യൂസ് മീ, നിങ്ങളാണോ കുറച്ച് മുമ്പ് എന്നെ കോൾ ചെയ്തത്? വണ്ടി എവിടെ? പുറത്തുണ്ട് മാഡം. ഓ, എന്താ ചൂടല്ലേ? നിങ്ങളുടെ വണ്ടി ചില്ലല്ലേ? താഴെ മോളും തകരം നടുക്ക് ചില്ലുവാണ് മാഡം. ഞാൻ ആരോടാണ് പറയുന്നത്? ദൈവമേ, വണ്ടി ബാഗ് എടുത്തോളൂ, പോവാം. നില്ലേ, എന്റെ നെഞ്ചത്ത് ചവിട്ടിട്ടേ ഇവിടുന്ന് രണ്ടാൾക്കും പോവാൻ പറ്റുള്ളൂ. ഇനി പോവാം.
ആഗോളവൽക്കരണവും മുതലാളിത്ത മനോഭാവവും ഇവിടെ വെച്ച് പൊറിപ്പിക്കാൻ നീ ചന്ദ്രൻ വട്ടോളി ചന്ദ്രൻ അനുവദിക്കില്ല. ദൈവമേ, വാക്കല്ലാന്നിടത്ത് എവിടെ ചവിട്ട് കൊണ്ട്. മിസ്റ്റർ വേട്ടാവളിയൻ, ചന്ദ്രൻ വട്ടോളി. എന്ത് ഓളിയെങ്കിലും ആയി പോട്ടെ, എന്താണ് നിങ്ങൾക്ക് ഇപ്പൊ പ്രശ്നം? നിങ്ങളാ ഇവള് ഇവിടുന്ന് കൊണ്ടുപോകില്ല, ഞാനേ കൊണ്ടുപോകൂ. നീ എന്നെ കൊണ്ടുപോ, എന്നെ കൊണ്ടുപോടാ, നീ എന്നെ കൊണ്ടുപോടാ. താൻ ഇങ്ങനെ കിടന്ന് ചെലച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. താൻ അപ്ഡേഷൻ ആവടോ, ഇപ്പൊ എല്ലാം ഓൺലൈൻ അല്ലേ. ഒരു മിനിറ്റ്, അപ്ഡേഷൻ ആക്കിത്താ. ഇത് ഞാൻ അപ്ഡേറ്റ് ചെയ്യണം. 2-3 സിനിമയും കൂടി കയറ്റി തരട്ടെ. ഇയാൾക്ക് നാണമില്ലേടോ ഈ റബ്ബർ ബാൻഡിട്ട് ഫോൺ കൊണ്ട് നടക്കാൻ? എടോ, ഇതിനകത്തൂടെ എങ്ങനെയാണോ മനുഷ്യനെ വിളിക്കുന്നത്? അത് ഈ പച്ച റബ്ബർ വലിക്കുമ്പോൾ 8 തെളിയും. ഇങ്ങനെ വലിച്ചു വെച്ചാൽ ഞാൻ ഫോൺ ചെയ്യണം. ഇനി താൻ ഇതിലോട്ട് മാറിയില്ലെങ്കിലേ ഈ പറഞ്ഞ പോലെ തന്നെ സംഭവിക്കുള്ളൂ, വലിച്ചോണ്ടിരിക്കത്തേ ഉള്ളൂ. ഞങ്ങൾ ഈ സ്റ്റാൻഡില് ചില നിയമമൊക്കെ ഉണ്ട്. ഈ സ്റ്റാൻഡിലുള്ള ഞങ്ങളെ ടാക്സി ഓടിയിട്ട് മതി ഓൺലൈൻ ടാക്സി ഓടണത്. അതെ, ഈ ടാക്സി ഡ്രൈവർ തൊപ്പി വെക്കുന്ന നിയമം കൂടെ ഉണ്ട്. എന്താ ഇയാൾ വെക്കാത്തെ? തൊപ്പി വെച്ചാൽ എന്റെ തലമുടി കൊഴിഞ്ഞു പോകും. മഹാമതേ മാപ്പു നൽകൂ ഗുണനിധേ. മുക്ക് മിസ്റ്റർ, ഇയാൾ എന്താണ് ഈ കാണിക്കുന്നത്? മേഡമല്ല മുക്കാൻ പറഞ്ഞത്. യോ, ഈ നോക്കുന്നതിനൊരു ഇംഗ്ലീഷ് ഉണ്ടല്ലോ. ലുക്ക്. ആ, ലുക്ക് മിസ്റ്റർ, എന്താണ് നിങ്ങളുടെ പ്രശ്നം? ഞാനൊരു കാര്യം പറയാം, ഇവരുടെ വണ്ടിയിൽ ഞാനേ പോവൂ. ആണ്ടേ, എനിക്ക് ഈ മുഖം മാത്രമല്ല മറ്റൊരു മുഖം കൂടെ ഉണ്ട്. എങ്കിൽ ഈ മുഖം മാറ്റിയിട്ട് ആ മറ്റേ മുഖം എടുത്ത് പോയി. ഇത് കണ്ടിട്ട് എനിക്ക് എന്തോ പോലെ തോന്നും. ഇവിടെയൊക്കെ പറയണ സമയം കൊണ്ട് നമ്മാട്ടി എടുത്ത് തോളി വെച്ചിട്ട് പോണേണ് നല്ലത്. മമ്മൂട്ടി എടുത്ത് തോളി വെച്ചിട്ട് പോകാൻ ഇയാൾ ആരാ, പിഷാരടിയാണോ? എടോ, വഴി മാറടോ, അല്ലെങ്കിൽ ഞാൻ ആളെ വിളിച്ചു കൂട്ടും. നീ ആളെ വിളിച്ചു കൂട്ടാൻ ജാഥയ്ക്ക് പോവേ, എനിക്കൊരു പ്രശ്നമല്ല. മാഡം, എന്റെ കാറിന് ഓട്ടമില്ല. ഓട്ടയില്ലാത്ത കാറുണ്ടെന്നും പറഞ്ഞ് നടക്കുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവിടെ ഇയാളൊരു കാര്യം ചെയ്യും, ഇയാളുടെ കാർ എനിക്ക് വന്നിട്ട് എന്റെ കാർ ഇയാളെടുക്ക്, അതിന് ഓട്ടയേ ഉള്ളൂ. അതല്ല, എന്റെ കാറിന് ഓട്ടമില്ലെന്ന്. ഇയാൾക്കൊരു സ്വഭാവം അറിയത്തില്ല. മേഡത്തിന് അറിയാവോ, ഭർത്താവില്ലാത്ത 4 കുഞ്ഞുങ്ങളുടെ അമ്മയാണ് ഞാൻ. ഓ മൈ ഗോഡ്, എങ്ങനെ നടക്കുന്നു ഈ അത്ഭുത പ്രവർത്തികളൊക്കെ? മരിച്ചുപോയി മേഡം. ഓ സാഡ് സ്റ്റോറി. ഞാൻ എവിടുന്നെങ്കിലും കൊത്തിപ്പറക്കി കൊണ്ട് ചെല്ലുന്നു നോക്കി, പറക്കമുറ്റാത്ത കാക്ക കുഞ്ഞുങ്ങളെ പോലെ വായും പൊളിച്ച് നോക്കിയിരിക്കും. എന്റെ ഈശ്വര, ഓൺലൈൻ ടാക്സി ഓടിക്കുന്ന ഒരു കാക്കയെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എനിക്കും പറയേണ്ട സങ്കടം. മാഡം, എന്റെ കാറിന്റെ 4 ടയറും മൊട്ടയാണ്. ഒരു കാറിൽ ഇയാളെയും കൂടെ കൂട്ടി 5 മുട്ട. ഇതിനെ 7000 രൂപ അടക്കിയാണ്. 8000 രൂപ ഞാൻ അങ്ങോട്ട് തരാം. ഈ പാനിന്റെ സിബ് നടക്കുവോ? മേഡം വരുന്നോ? മേഡം, മീനം കഴിഞ്ഞല്ലേ മേഡം? തന്നെയല്ലേ ഇപ്പൊ വൃശ്ചികമല്ലേ, ഇപ്പൊ എന്തിനാ ഈ മേഡത്തിന്റെ കാര്യം പറയുന്നത്? മേഡം എന്റെ കാറിലോട്ട് വരുന്നോന്ന്. ഓ എക്സാക്ട്ലി, ഓൾറെഡി ഞാനിപ്പോ ലേറ്റ് ആണ്. ഇല്ലേ, എന്റെ മുതുകത്ത് ചവിട്ടിയാ ഇവിടുന്ന് പോവാൻ പറ്റുള്ളൂ. പിന്നെ വന്ന് ഇയാള് ഇവിടെ കുറച്ച് മുമ്പ് താൻ പറഞ്ഞു തന്നെ നെഞ്ചത്തെ ചവിട്ടാനല്ലേ. അയ്യോ എന്റെ പൊന്നെ, വട്ട് തള്ള കേക്കല്ലേ, നേരത്തെ എന്റെ ചങ്ങല ചവിട്ടി കുളമാക്കി. അതുകൊണ്ട് എന്റെ മുതുകത്ത് ചവിട്ടി ഇവിടുന്ന് പോയാ മതി. ഇങ്ങ് വരൂ, ഇവിടെ വരൂ. അതെ, നിങ്ങളുടെ വണ്ടി കാക്കനാട് വരെ പോണതിന് എത്ര രൂപയാവും? എന്റെ വണ്ടിക്കാണെങ്കിൽ 300 രൂപ മേഡം. നോ പ്രോബ്ലം, കുഴപ്പമില്ല. അതെ, നിങ്ങളുടെ വണ്ടി പോകുന്നതിന് എത്ര രൂപയാവും? എന്റെ വണ്ടി പോകുന്നതിന് 300 രൂപ, വരുന്നതിന് 300 രൂപ, അങ്ങനെ 600 രൂപയാകും. അല്ല, എനിക്ക് അങ്ങോട്ട് പോയാൽ മതി, തിരിച്ചു വരണ്ട. ഞാൻ തിരിച്ചു വരുന്ന പൈസ ആര് തരും? ഇയാൾ തിരിച്ചു വരുന്ന പൈസ തരാൻ വേണ്ടി ഞാൻ അറിയാം ഇയാളുടെ കുഞ്ഞമ്മേ. അല്ലേ, ഇയാള് തിരിച്ചു വരണമെന്ന് എനിക്ക് യാതൊരുവിധ നിർബന്ധവും ഇല്ല. മാഡം, ഒരു കാര്യം മനസ്സിലാക്കണം. ഈ നാട്ടിലൊരു പ്രശ്നമുണ്ടായാലും എന്തെങ്കിലും വിശേഷമുണ്ടെങ്കിലും ആദ്യം ഓടിയിരുന്നത് ഞങ്ങൾ ടാക്സിക്കാരാണ്. ഞങ്ങളെ തരം താഴ്ത്തി കാണരുത്. പിന്നെ ഈ ഓൺലൈൻ ടാക്സി ഓടിക്കുന്ന ഒരു പയ്യൻ അവന്റെ അച്ഛന് വയ്യാതെ വിളിച്ചു പറഞ്ഞപ്പം അവൻ എടുക്കാൻ പോയില്ല. എന്ത്? അവനെ നേരത്തെ മൊബൈലിൽ ഓട്ടം ബുക്ക് ചെയ്തില്ലെന്ന്. അതുകൊണ്ട് ആ ഓട്ടം ഞാനാണ് പോയത്. അതുകൊണ്ടേ നമ്മൾ വെറും കീഴേ കിടക്കുന്നവരല്ല, മാഡം മനസ്സിലാക്കണം. എടോ, താൻ അത് പറയരുത്. ഞങ്ങൾ നിങ്ങളെ പോലെ അല്ല, കൃത്യമായിട്ട് കാശ് മേടിക്കുന്നവരാ. മേഡത്തിന് അറിയാമോ, ഞങ്ങളൊരു ചതിയോ കളവോ വഞ്ചന കാണിക്കത്തില്ല. അയ്യോ, ചതിയും വഞ്ചന കാണിക്കത്തില്ലെന്ന് പറയരുതേ. പാസഞ്ചർ വണ്ടിയെ കയറിയാൽ അക്കൗണ്ടിൽ പൈസ വാങ്ങിച്ചിട്ട് ട്രിപ്പും ബ്ലോക്ക് ചെയ്ത് അന്താരാഷ്ട്ര കമ്പനിയെ വരെ ചീറ്റ് ചെയ്യുന്നവരാണ് നിങ്ങൾ. മേഡം അത് പറയരുത്. ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല. ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളായിരുന്നു, കാരണം ഞാൻ ഓൺലൈൻ ഡ്രൈവർ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ വേലത്തരോ അഭ്യാസമോ ഒന്നും എന്റെ അടുത്ത് നടക്കത്തില്ല. മാഡം, ഞാൻ വീണ്ടും ചോദിക്കാണ്, നേരത്തെ പറഞ്ഞ പൈസക്ക് നിങ്ങൾ വരണമെങ്കിൽ ആ ബാഗ് എടുത്ത് വണ്ടി കൊണ്ടുപോയി. എനിക്ക് പോയി വരാൻ ഓട്ടം ഉണ്ട്. നീ ആരോടാ ദേഷ്യപ്പെടുന്നത്?
നീ ആരോടാണ് ദേഷ്യപ്പെടുന്നത്? എടാ ഞാൻ ആരാന്നറിയോ? എടാ ഞാൻ ഈ എറണാകുളം സിറ്റി വന്നേ ഉള്ളൂ. ഞാനൊരു ട്രിവാൻഡ്രംകാരിയാണ്. അയൽക്ക് പായ അടിച്ച ചുരുട്ടി നിന്നെ ഞാൻ പിറ്റേ കയറ്റി കേട്ടോ. മുട്ടുകാലി തന്നാണ്ടല്ല. ഇപ്പൊ ഞാൻ കാണിച്ചു തരാടാ. ഇപ്പൊ കാണിച്ചു തരാം. ആഹാ ഹായ് ഗൈസ്, ഞാനിവിടെ എറണാകുളം സിറ്റി വന്നപ്പോ ഈ നരാധമനായ ഡ്രൈവർ തോണ്ട് ഓടുന്നു മുട്ടത്തലൻ എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. സുരേന്ദ്രൻ പോലീസ് കേസ് കൊടുക്കും ഉറപ്പായിട്ടും കൊടുക്കും. കുട്ടിയാകിൽ ചേച്ചി 14 ഉമ്മ തരുമോ? ഈ സമയത്ത് അതെ എന്നെ കാക്കനാട് വരെ വിടുവോ? മാഡത്തിന്റെ ട്രിപ്പ് ക്യാൻസൽ ആയി. എനിക്കൊരു ലോങ് ട്രിപ്പ് കിട്ടി, ഞാൻ അതെടുത്ത് ഞാൻ പോവാം മാഡം. ഞാൻ അപ്പൊ കാക്കനാട് എങ്ങനെ പോവും? 10 അടി അങ്ങോട്ട് നടന്ന ട്രാൻസ്പോർട്ട് ബസ് കിട്ടും, അതിൽ കയറി അങ്ങ് വലിഞ്ഞു പൊക്കോ. എന്റെ ദൈവമേ, സാധാരണക്കാരായ യാത്രക്കാർക്ക് ഇതാണ് ഗതി. എന്ത് പ്രശ്നം വന്നാലും സമരം വന്നാലും നടയടാ നട. സത്യം പറ, ഞങ്ങൾ ആരാ ഗ്ലാമർ? അത് സന്തോഷമായി. സന്തോഷേട്ടൻ കിഡിലായിട്ടുണ്ടായിരുന്നു. എനിക്ക് അവിടെ നിന്ന് ആദ്യമായിട്ട് അസൂയ തോന്നി എനിക്ക്. ഞാൻ അടുത്ത പ്രാവശ്യം പോലെ സ്കിറ്റ് കളിക്കണ്ട, ആങ്കർ ആയിക്കോട്ടെ. അത്രയ്ക്ക് ചിന്തിക്കണമെന്നില്ല. പക്ഷെ നടത്തമൊക്കെ കറക്റ്റായിരുന്നു. ചവിട്ടിട്ട് പോയപ്പോ എനിക്ക് എന്നെ പോലെ തോന്നി. എലി നടക്കുമ്പോ നല്ലായിരുന്നു കേട്ടോ. എന്തായാലും നമുക്ക് ബാറ്ററി എത്രത്തോളം ചാർജ് കയറി എന്നുള്ളത് നോക്കിയാലോ? യെസ്. ഓക്കെ പണമൊഴുകണ കടി പറന്നിറങ്ങേണ്ട ചിരി ചിരി പല ചിരി ദൃഢതുണ്ടന താളത്തിൽ ഞാൻ 7,000 rupees ആണ് നേടിയിരിക്കുന്നത്. പ്രോബബ്ലി എനിക്ക് തോന്നുന്നു നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിൽ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ഒരു എമൗണ്ട് 7,000 ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക അല്ലേ? സാരമില്ല, അതിനോ എല്ലാ ദിവസവും ബെറ്റർ ആവണം എന്നില്ല. ഇന്ന് അങ്ങനെ ഒരു ചെറിയൊരു എന്താ പറയുന്നത്, നിങ്ങളുടെ ദിവസം അല്ല എന്നുള്ളത് വിചാരിച്ച് അങ്ങ് വിട്ട് കളയുക. എന്നിട്ട് അടുത്ത തവണ വരുമ്പം ഗംഭീരമായിട്ട് ഇതും കൂടെ ചേർത്ത് 50,000 രൂപ അടിക്കണം. തീർച്ചയായും. അല്ല, എന്ത് പറയുന്നു ശ്വേത ചേച്ചി? എന്തായാലും നിങ്ങൾ ഈ വേദിയിൽ വന്ന് ഒരുപാട് നല്ല നല്ല പൈസ വാങ്ങി കൊണ്ടുപോയ ഒരു ടീമാണ്. ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു റിഹേഴ്സൽ ഇല്ലായ്മ. നിങ്ങളെല്ലാവരും നല്ല ആർട്ടിസ്റ്റാണ്. റിഹേഴ്സൽ നടന്നില്ലേ? മനസ്സിലായില്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ പോരായ്മകൾ മനസ്സിലായില്ലേ? ഒന്നും പറയാനില്ല, ബിക്കോസ് നിങ്ങൾ നല്ല ആർട്ടിസ്റ്റ് ആണ്. നന്നായിട്ട് നിങ്ങൾ കുതിച്ചു കയറി വരും എന്നറിയാം. സോ ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ, സന്തോഷ്. താങ്ക് യു. ഓക്കെ, കുതിച്ച് കയറാനുള്ള ഒരു 7,000 rupees അങ്ങ് ഇട്ട് തന്നിരിക്കുന്നു. അത്രേ ഉള്ളൂ, അങ്ങനെ വിചാരിച്ചാൽ മതി. പിന്നല്ലേ അങ്ങനെ സ്കിറ്റുകൾ കഴിഞ്ഞു, ചിരിച്ചു. ഇനി ആ ഒരു ടൈം വന്നിരിക്കുകയാണ്. എന്തിന്റെ ടൈം? നമ്മുടെ നാട്ടുകൂട്ടം പെർഫോം ചെയ്യാൻ പോവുകയാണ്. ചേർത്തലയിൽ നിന്നും നൂബറ ഡാൻസ് അക്കാഡമി. ഇനി നിങ്ങളുടെ പെർഫോമൻസ് ആണ് ഞങ്ങളും പ്രേക്ഷകരും കാണാൻ പോകുന്നത്. റെഡിയാണോ? ബൈ. പെണ്ണെ നീ മൂളിയുണർത്തും പാട്ടിന്റെ പല്ലവി എന്തേ കാതിലോതുമോ? കാണാതെ
മഴയോലും മഞ്ഞല്ലേ മുളയോലക്കൂടല്ലേ അഴകോലും മിഴിയോരം കുളിരൂറും കനവല്ലേ മണവാളൻ വന്നു വിളിച്ചാൽ നാണം കൊള്ളും മനസ്സല്ലേ. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ നമ്മള് ഭയങ്കര മോഡിലേക്ക് നോസ്റ്റാൾജിക് ബിക്കോസ് ആ സ്റ്റെപ്സ് ഇല്ലേ ഇതെല്ലാം ആ സമയത്തെ സ്റ്റെപ്സ് ആണ് നിങ്ങൾ എടുത്തത്, അല്ലാതെ ഇപ്പോഴത്തെ അല്ല. ആൻഡ് യുനോ whatever said and done, അന്നത്തെ ഒരു ഫോക്കല്ല, ഈ ഒരു ആംബിയൻസ്, ആ ഒരു ബാക്ക്ഗ്രൗണ്ട് എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു, സൂപ്പർ. അത് മാത്രമല്ല ചേച്ചി, ഇപ്പൊ ഈ കുഞ്ഞു പിള്ളേരുടെ സ്കൂൾ ആനിവേഴ്സറിക്ക് ചെന്നാലും ഈ പാട്ട് ആ പഴയ സ്റ്റെപ്പ് ഇപ്പോഴും ഫോളോ ചെയ്യും. പിന്നെ ഞാൻ എന്തോ ഞാൻ ഇങ്ങനെ ലയിച്ചു പോയി മാത്രം, ഞാൻ അന്നത്തെ കാലഘട്ടത്തെ സ്റ്റെപ്സ് എല്ലാം എനിക്ക് ഓർക്കാം. ഞങ്ങളും കുറച്ച് സ്റ്റെപ്പ് എലീന കറക്റ്റ് ആ കാലഘട്ടത്തിൽ അവൾക്ക് നൊസ്റ്റാൾജി അടിച്ചിട്ട് അവൾ സ്റ്റെപ്പ് ഇട്ടപ്പോൾ ഞങ്ങളും അത് ഫോളോ ചെയ്തു. അതെ, അതെനിക്ക് പ്രൗഡ് മൊമെന്റാ. കഴിഞ്ഞില്ലേ എല്ലാരും? അപ്പൊ എന്തായാലും നൂബറ ഗൈസ്, താങ്ക് യു സോ മച്ച്. നമ്മൾ ഇനി ചേർത്തല വന്ന് നമ്മുടെ ഡാൻസ് പഠിക്കുന്നതായിരിക്കും. എന്നെ എല്ലാരും പഞ്ഞിക്കിട്ട സ്ഥിതിക്ക് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് പ്രേക്ഷകരെ. വീണ്ടും നമ്മൾ തിരിച്ചു വരും ഇതേപോലെ ഫൺ എലമെന്റ്സുമായിട്ട്, ചിരിക്കാനുള്ള മൊമെന്റ്സ്, എന്റർടൈൻമെന്റുമായിട്ട്. അതുവരേക്കും ബൈ ഫ്രം കോമഡി.